വെറുതെ ആവശ്യമില്ലാത്തത് പറയല്ലേ. അച്ഛൻ സങ്കടപ്പെട്ടിട്ട് ഇറങ്ങിപ്പോയത്. എന്തിനാ അച്ഛൻ സങ്കടപ്പെടുന്നേ? ഈ ചടങ്ങ് നടക്കുന്നതിൽ എല്ലാവരും സന്തോഷിക്കല്ലേ വേണ്ടത്? നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഈ ചടങ്ങ് ഒഴിവാക്കാൻ. അച്ഛന്റെ ആഗ്രഹത്തിനെതിരായി ഈ ചടങ്ങ് നടത്തുന്നോണ്ടാ അച്ഛൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇതുവരെ അച്ഛനില്ലാത്ത ഒരു ചടങ്ങും നെല്ലിശ്ശേരിയിൽ നടന്നിട്ടില്ല. അച്ഛൻ മരിച്ചിട്ടായാലും ഈ ചടങ്ങ് നടത്തണമെന്ന് അത്രയ്ക്ക് വാശിയാണോ? എങ്കിൽ നിങ്ങൾ നടത്തിക്കോ. പക്ഷെ ഞങ്ങൾ ആരും ഇതിൽ പങ്കെടുക്കില്ല. സച്ചേട്ടാ, എത്രയും പെട്ടെന്ന് അച്ഛനെ തിരിച്ചു കൊണ്ടുവരണം. സന്ദീപ്, ഈ ഒരുക്കങ്ങളെല്ലാം നിർത്തിവെക്ക്. അച്ഛൻ വന്നിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ. അതൊന്നും വേണ്ട. അച്ഛൻ പോയതുപോലെ തന്നെ തിരിച്ചു വന്നോളൂ. ഒരുക്കങ്ങളെ അതിന്റെ വഴിക്ക് തന്നെ നടക്കും. അങ്ങനെ ആരുടെയും ഭീഷണിക്ക് മുൻപിൽ ഇത് മാറ്റിവെക്കേണ്ട കാര്യമൊന്നുമില്ല. സന്ദീപ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അച്ഛനില്ലാതെ ഈ ചടങ്ങ് നടക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് അച്ഛനെ പോയി വിളിച്ചോണ്ട് വാ. സന്ദീപേ, നീ ധനുഷിനും കൂട്ടി വേഗം പോയി അച്ഛനെ വിളിച്ചോണ്ട് വാ. കുറച്ചു മുമ്പേ ഞാൻ നോക്കിയപ്പോ മുറിയിലുണ്ടായിരുന്നതാ. അധികം ദൂരത്തേക്കൊന്നും പോകാൻ വഴിയില്ല. പോലീസിലും കൂടെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക്. ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട. എടുത്തി എരുതിയിൽ എണ്ണ ഒഴിക്കണ്ട. എരുതിയിൽ എണ്ണ ഒഴിച്ചതും ആളി കത്തിച്ചതും ആരാ? സച്ചി തന്നെയല്ലേ? സച്ചിയുടെ വാശിയുണ്ടാ ഇതൊക്കെ സംഭവിച്ചത്. ഇവക്കിപ്പോ ഈ വളകാപ്പ് ചടങ്ങ് നടത്തിയില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം? ദേ, ഞാനൊരു കാര്യം പറയാം. എത്രയും പെട്ടെന്ന് ഈ ചടങ്ങ് നിർത്തി വെച്ചിട്ട് നിങ്ങൾ പോയി അച്ഛനെ വിളിച്ചോണ്ട് വാ. അച്ഛനെന്തേലും സംഭവിച്ചാ നിങ്ങളതിന് മറുപടി പറയേണ്ടി വരും. അതെ, അങ്ങനെ ഇപ്പൊ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സച്ചിയേട്ടാ, നിങ്ങളെ ഒരുക്കങ്ങളൊന്നും നിർത്തണ്ട. ഈ ചടങ്ങ് നടക്കും. അച്ഛനെ ഞങ്ങൾ പോയി തിരിച്ചു കൊണ്ടുവരും. ധനുഷ്, വാടാ. നീ കാരണോ അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. മോളെ, നീ എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കരുത്. ഞാൻ ആരെയും ധർമ്മസങ്കടത്തിലാക്കുന്നില്ല. ഇന്നലെ വരെ നെല്ലിശ്ശേരിയില് അച്ഛൻ പറയുന്നായിരുന്നു അവസാന വാക്ക്. ഇതിപ്പോ അച്ഛൻ ഇവിടെ ഒരു വിലയില്ലാതാവുക. ഇത് മുളയിലേ നുള്ളണമെന്ന് തന്നെയാ എന്റെ അഭിപ്രായം. ആരെങ്കിലും തോൽപ്പിക്കാനോ ജയിക്കാനോ വേണ്ടിയൊന്നുമല്ല. ഈ വീടിന്റെ നെടുന്തൂണ് തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയാ. അതിനുവേണ്ടി മാത്രമാ അച്ഛനോട് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് പറയുന്നത്. എന്റെ നന്ദേട്ടന്റെ പൊന്നു പോലെ അല്ലേ അച്ഛൻ ഞാൻ നോക്കുന്നേ. അച്ഛന്റെ മോന് വേണ്ടി ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അച്ഛനെന്ന് അറിയാലോ. നന്ദേട്ടൻ ഇവിടെ ഈ കിടപ്പ് കിടക്കുമ്പോ ഇതുപോലൊരു ആഘോഷം ഞാൻ സമ്മതിക്കില്ല. അച്ഛൻ ചടങ്ങിൽ പങ്കെടുത്താ നന്ദേട്ടനെ ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. എന്ത് വേണമെന്ന് അച്ഛൻ തന്നെ തീരുമാനിച്ചു. എന്താ അവധിയെ, ഇവിടെ ആരും കാണാനില്ലല്ലോ. എല്ലാരും ഇത് എവിടെ പോയി? ഗസ്റ്റുകളാരും വന്നില്ലേ? ആ, അപ്പൊ നിങ്ങൾ ഇതുവരെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്താ? ഇവിടുന്ന് ആരും വിളിച്ച കാര്യങ്ങളൊന്നും പറഞ്ഞില്ല? എന്താ എന്തു പറ്റി? അയ്യോ, കഷ്ടായിപ്പോയി. ഇവിടെ വരെ യാത്ര ചെയ്തു വന്നത് വെറുതെ ആയിപ്പോയല്ലോ. എല്ലാരും കൂടി ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. വളകാപ്പ് ചടങ്ങ് മാറ്റിവെച്ചു. എന്താ ഈ പറയുന്നേ? ചടങ്ങ് മാറ്റി വെച്ചെന്നോ? ഇപ്പൊ ഈ ചടങ്ങ് നടത്തുന്നതിനോട് അച്ഛന് തീരെ താല്പര്യമില്ല. ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്കും അറിയാവുന്നതല്ലേ. നമ്മുടെ ഫാക്ടറിയിലെ 3 തൊഴിലാളികളാണ് മരിച്ചത്.
ഞാൻ പറയാതെ തന്നെ അനൂപിന് കാര്യങ്ങളൊക്കെ അറിയാലോ. ആ രാത്രി ഫാക്ടറി പോയി തീ അണയ്ക്കാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ആളാ അനൂപ്. മരിച്ചവരുടെ വീടുകളിലെ നിലവിളിയൊന്നും ഇതുവരെ അടങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞാ അച്ഛനാകെ തകർന്നുപോയി. സച്ചിയോടും അർച്ചനയോടും ഈ ചടങ്ങ് മാറ്റിവെക്കണമെന്ന് അച്ഛൻ പറഞ്ഞു. അവരത് കേട്ടില്ല. അച്ഛൻ ഈ വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിപ്പോയി. ഇനി നിങ്ങൾ തന്നെ പറ, അച്ഛന്റെ ആഗ്രഹത്തിനെതിരായി ഈ ചടങ്ങ് നടത്തുന്നത് ശരിയാണോ? അതുകൊണ്ടാ ചടങ്ങ് മാറ്റിവെച്ചത്. ആര് പറഞ്ഞു ചടങ്ങ് മാറ്റിവെച്ചെന്ന്? ചടങ്ങൊന്നും ആരും ഇവിടെ മാറ്റിവെച്ചിട്ടില്ല. മാറ്റിവെക്കാന്ന് ആര് വിചാരിക്കാൻ വേണ്ട. അച്ഛനെ തിരികെ വിളിച്ചോണ്ട് വരാൻ ധനുഷും സന്ദീപും പോയിട്ടുണ്ട്. അവരുടനെ അച്ഛനുമായിട്ട് തിരിച്ചെത്തും. ഞാൻ പറഞ്ഞില്ലേ, ഇതാ സച്ചിയുടെ സ്വഭാവം. ചിന്തിക്കാതെ ആലോചിക്കാതെ എടുത്തു ചാടി ഓരോന്ന് തീരുമാനിക്കും. എന്നിട്ട് അച്ഛൻ എന്തെങ്കിലും എതിർപ്പ് പറയുമ്പോ ഇങ്ങനെ വാശി പിടിക്കും.